ഇന്നത്തെ വീഡിയോയിൽ ആനന്ദ തീർത്ഥനെ കുറിച്ച് പറയണം. ആനന്ദ തീർത്ഥൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആനന്ദ തീർത്ഥൻ കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. വായിരുന്നു ആര്? ആനന്ദ തീർത്ഥൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലായിരുന്നു ആര് ജനിച്ചത്? ആനന്ദ തീർത്ഥൻ ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജനിച്ചു ആനന്ദ തീർത്ഥൻ. അതുപോലെ പറയുകയാണെങ്കിൽ ആനന്ദ തീർത്ഥന്റെ ബാല്യകാല നാമം എന്തായിരുന്നു? ആനന്ദഷേണായി. ആനന്ദ തീർത്ഥന്റെ ബാല്യകാല നാമം ആനന്ദഷേണായി എന്നായിരുന്നു. അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നാമകരണ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നാമകരണ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു ആര്? ആനന്ദ തീർത്ഥൻ. അദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തെ പിന്നോക്ക ജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആനന്ദ തീർത്ഥൻ. അതുപോലെ ആനന്ദ തീർത്ഥൻ പറയുകയുണ്ടായി, ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആനന്ദ തീർത്ഥൻ. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്നഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആനന്ദ തീർത്ഥൻ. അതുപോലെ ആനന്ദ തീർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 1931 ശ്രീനാരായണ വിദ്യാലയം കണ്ണൂരിലെ പയ്യന്നൂരിൽ ആരംഭിച്ചത് ആരായിരുന്നു? ആനന്ദ തീർത്ഥനായിരുന്നു. ശ്രീനാരായണ വിദ്യാലയം 1931 കണ്ണൂരിലെ പയ്യന്നൂരിൽ ആരംഭിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആനന്ദ തീർത്ഥനാണ്. അതുപോലെ 1933 ജാതിനാശിനി സഭ 1933 ജാതിനാശിനി സഭ കണ്ണൂരിൽ സ്ഥാപിച്ചതും ആര് തന്നെയായിരുന്നു? ആനന്ദ തീർത്ഥൻ തന്നെയായിരുന്നു. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ ആനന്ദ തീർത്ഥൻ. വർഷം 1933 ജാതിനാശിനി സഭയുടെ ആദ്യകാല പ്രസിഡന്റ് കേളപ്പനായിരുന്നു. ഓർത്ത് വെച്ചോണം, തെറ്റിപ്പോരുത്. ജാതിനാശിനി സഭയുടെ ആദ്യകാല പ്രസിഡന്റ് കേളപ്പനും ജാതിനാശിനി സഭയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആയിരുന്നു ആനന്ദ തീർത്ഥൻ. അതുപോലെ ആനന്ദ തീർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവായൂരില് അബ്രാഹ്മണർക്ക് സദ്യ നൽകണമെന്നാവശ്യപ്പെട്ട് സദ്യ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അതായത് ഗുരുവായൂരിലെ അബ്രാഹ്മണർക്ക് സദ്യ നൽകണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? ആനന്ദ തീർത്ഥൻ. കേട്ടോ, വെച്ചോണം. ഗുരുവായൂരിലെ അബ്രാഹ്മണർക്ക് സദ്യ നൽകണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് ശിഷ്യത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുദേവൻ ആനന്ദ തീർത്ഥന് നേരിട്ട് ശിഷ്യത്വം നൽകുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ ജാതി വിവേചനത്തിനെതിരായിട്ട് പാലക്കാട് നിന്നും സബർമതി വരെ, ഗുജറാത്തിലെ സബർമതി വരെ പദയാത്ര നയിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ആനന്ദ തീർത്ഥൻ. അതുപോലെ തന്നെ വേദാരണ്യം ഗാന്ധിയായ സി രാജഗോപാലാചാരിക്കൊപ്പം വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിൽ ആര് പങ്കെടുക്കുകയുണ്ടായി? ആനന്ദ തീർത്ഥൻ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ ആനന്ദ തീർത്ഥനെ കുറിച്ച് പറയുമ്പോൾ ആനന്ദ തീർത്ഥന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്ന് നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ, മനുഷ്യനെ സ്നേഹിക്കൂ. ഇതാരുടെ വാക്കുകളാണ്? ആനന്ദ തീർത്ഥന്റെ വാക്കുകളാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നമ്പർ 1 ശത്രു ഐത്തമാചരിക്കുന്നവനും നമ്പർ 2 അവനെ സഹായിക്കുന്നവനുമാണ് എന്നാര് പറഞ്ഞിട്ടുണ്ട്? ആനന്ദ തീർത്ഥൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആനന്ദ തീർത്ഥനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷകൾക്കുള്ള യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക കേട്ടോ.